നമ്മോടൊപ്പം നമ്മുടെ ശിവദാസൻ ആശാനുണ്ട്. ആശാൻ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ മങ്ക ഓണം സെലിബ്രേഷൻ? ഇഷ്ടപ്പെട്ടോ? ആശാന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, വളരെ ഗംഭീരമായിരുന്നു. അതിനെപ്പറ്റിയും കുറച്ച് പറയാമോ? അതിഗംഭീരം. കാരണം എനിക്കൊരു 61 വയസ്സായി. ഈ കേരളത്തിൽ പോലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഒരു ഓണക്കാലത്തുള്ളൊരു മഹാസാഗരം. തിരുവനന്തപുരത്ത് ഞങ്ങൾ പ്രോഗ്രാമിന് ടൂറിസ്റ്റ് വാരാഘോഷ പരിപാടി മേളത്തിനൊക്കെ പോകാറുണ്ട്. അവിടെ പോലും ഇത്ര ആൾക്കാരെ കണ്ടിട്ടില്ല. ഒരു വലിയൊരു മഹാസംഭവം തന്നെ. പിന്നെ അതല്ല, ഈ മോഹനൻ നമ്പൂര് സദ്യയും കൂടി ഉള്ളതുകൊണ്ട് ജനസാഗരം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം നന്നായിട്ട് നല്ലൊരു കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. മേളം നമുക്ക് അതിലൊരു മേളം അവതരിപ്പിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ഇതൊരു മുഖ്യാതിഥിയായി ചീഫ് ഗസ്റ്റായിട്ട് വന്ന് ഇവിടെ പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ഒരിക്കലും മറക്കില്ല കാലിഫോർണിയയിലെ ഓണം. ഇത് രണ്ടാമതാണ് ഞാൻ വരുന്നത്, രണ്ടാമത്തെ കൊല്ലം. കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ പഴയകാല ശിഷ്യന്മാരും പുതിയ ശിഷ്യന്മാരായിട്ടുള്ള അവരും ഒത്തൊരുമിച്ച് ഒരു പഞ്ചാരിയുടെ പാൽക്കടൽ തീർക്കാനുള്ളൊരു അനുഭവം ഒരു സന്ദർഭം കൂടി ഉണ്ടായി. വളരെ ഉദാത്തം തന്നെ പറയാം. മനസ്സിലായോ? തീർച്ചയായും നമ്മുടെ പഴയടം തിരുമേനിയുടെ സദ്യയായിരുന്നു. സദ്യയെ പറ്റി 2 വാക്ക്. ഗംഭീരം. അങ്ങൊരു ഈ കേരളത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ സ്കൂൾ യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങിയത്, അല്ലാതെയും തന്നെ അദ്ദേഹം അനവധി മഹാസദ്യകളിലെ ഒരു നാഥനാണ് പഴയടം. അദ്ദേഹത്തിൻ്റെ രുചി, അദ്ദേഹത്തിൻ്റെ കടയുടെ പേരും പഴയടം രുചി എന്നാണ്. ഗംഭീരായി. ഈ അടുത്ത കാലത്ത് ഇവിടെ ഡെട്രോയിറ്റിലുണ്ടായി, അതുപോലെ കേച്ചനൊക്കെ ഉണ്ടായി. ഇന്നത്തെ സദ്യ അതിഗംഭീരമായി. മറ്റന്നാൾ DC-യിലാണെന്ന് പറഞ്ഞു. പക്ഷെ സദ്യയുടെ ഒരു കേമത്വം, എല്ലാ സാധനങ്ങൾക്കും ആ പഴയടം ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, ഒരു രുചി എല്ലാ വിഭവങ്ങളിലും ഉണ്ട്. യാതൊരു സംശയമില്ല. അടിപൊളി. താങ്ക് യു സോ മച്ച്.